മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണീശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസത്തെ നിങ്ങളുടെ അധ്വാനങ്ങളിൽ അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതൽ 27 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് സദുക്കായർ ഈശോയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്. ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരുവൻ വിവാഹം കഴിച്ചു, പക്ഷെ അവൻ മരിച്ചു. രണ്ടാമൻ അവളെ വീണ്ടും വിവാഹം ചെയ്തു, അവനും മരിച്ചു. ഇങ്ങനെ 7 പേരും അവളെ വിവാഹം ചെയ്തു. പുനരുദ്ധാനത്തിന് ശേഷം അവൾ ആരുടെ ഭാര്യയായിരിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈശോ അവരോട് പറയുന്ന ഒരു വചനമുണ്ട്. ദൈവത്തിൻ്റെ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവലിഖിതം, ദൈവവചനം, ദൈവത്തിൻ്റെ ശക്തി, ഇത് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അറിയാത്തത് കൊണ്ട് തെറ്റുപറ്റുന്നവരായിട്ട് നമ്മൾ മാറിപ്പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നിരാശയ്ക്ക് അടിമപ്പെടാറില്ലേ? ജീവിതത്തിൽ ചിലപ്പോൾ തളർന്നു നിൽക്കാറില്ലേ? ജീവിതത്തിൽ വേദനിച്ച് നമ്മൾ നിൽക്കാറില്ലേ? പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടായത്? ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ആഴമായ ഗ്രാഹ്യം നമുക്കില്ല. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്കറിയില്ല. ഇതറിയാമായിരുന്നെങ്കിൽ നമ്മൾ നിരാശപ്പെടില്ല, വേദനിച്ച് നിൽക്കില്ല, നമ്മുടെ ജീവിതം തകരില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ അറിയണം. നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ് ദൈവത്തിൻ്റെ ശക്തി എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഇല്ലായ്മ വരുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ഈ ജീവിതത്തിൻ്റെ പ്രശ്നത്തെക്കാളും വലുതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിലേക്ക് കടന്നു എന്ന്, കർത്താവേ, ഇത് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രശ്നം നിൻ്റെ ശക്തിയേക്കാൾ എത്രയോ ചെറുതാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നത്തെ നോക്കി എൻ്റെ ദൈവം ശക്തനാണ്, എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് ഏറ്റുപറയാനായിട്ട് നമുക്ക് സാധിക്കൂ. ഈ ഒരു വിശ്വാസം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. എങ്കിലേ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. വീണ്ടും നമ്മൾ ഇവിടെ കാണുന്നു, ദൈവം ജീവിക്കുന്നവൻ്റെ ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ല. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർത്തിരിക്കണം, ദൈവത്തിൻ്റെ സ്നേഹം എന്നും നിലനിൽക്കുന്നതാണ് എന്ന്. അബ്രാഹം ഭൂമിയിൽ മരിച്ചെങ്കിലും അവൻ സ്വർഗത്തിൽ ജീവിക്കുകയാണ്. ഈ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലും സ്നേഹിക്കുന്നവനാ ദൈവം. ദൈവത്തിൻ്റെ സ്നേഹത്തിന് അവസാനമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ സ്നേഹത്തിന് അവസാനമില്ല. ദൈവം നമ്മളെ നിരന്തരമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആ സ്നേഹം എപ്പോഴും നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഈശോയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഈ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ. ദൈവം സർവശക്തനാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അവിടുത്തെ സ്നേഹം ഒരിക്കലും നിലയ്ക്കുന്നില്ല. ആ സ്നേഹവും അനന്തമാണ്. ആ ശക്തി, ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കരുത്തായി ലഭിക്കുന്നതിന് വേണ്ടി കരങ്ങളെ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇന്നത്തെ ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സഹായം ഇവർക്ക് ലഭിക്കട്ടെ. ഇവരുടെ കുടുംബത്തിൽ സമാധാനം നിറയട്ടെ. അശുദ്ധമായതും തിന്മയായതും തകർച്ച നൽകുന്നതുമെല്ലാം ഇവരുടെ ജീവിതത്തിൽ നിന്ന് നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. തടസ്സങ്ങൾ വിട്ടുമാറട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ, ആപത്തുകളും അപകടങ്ങളും നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.